സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നായിട്ടുള്ള കുറുക്ക് കാളൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചേനയും പച്ചയേത്തക്കയാണ്. പച്ചയേത്തക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഴക്ക എടുത്താലും മതിയാവും. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ചേനയും 2 വാഴയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകണ്ട, എന്നാലും ആ ചേന നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഇതിനുള്ളിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 2 കൈപ്പിടി തേങ്ങ എടുക്കാം. അതിനുള്ളിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കൂടുതൽ എരി ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഇത്രയും എരി വേണ്ട, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കുറച്ചാണെങ്കിലും കൊടുക്കാം. കാരണം കാളനിയിൽ നമ്മൾ കുരുമുളക് ചേർക്കും. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പം കുരുമുളകിൻ്റെ എരിയും പച്ചമുളകിൻ്റെ എരിയും കൂടെ അധികമാകാതെ നോക്കാം. ഇനി നമുക്കിതിനുള്ളിലേക്കൊരു 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകപ്പൊടി ചേർത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ചെറിയ തരിതരികളോടുകൂടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് കുറുക്ക് കാളനാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് ഒരുപാട് വെള്ളമാവാതെ തേങ്ങ അരയ്ക്കുമ്പോഴാണെങ്കിലും കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലെയും വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനുള്ളിലേക്ക് അരപ്പ് ചേർത്തെടുക്കാം. അരപ്പും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ തേങ്ങയുടെ ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരും വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം എണ്ണയിലേക്ക് കടുകും ചുമന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ അധിക നേരം ഈ കറി ചൂടാവാതെ നോക്കണം. നമ്മൾ നേരത്തെ തന്നെ ഇത് കടുക് വറുത്ത് എടുത്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചേർക്കാനായിട്ട് നോക്കണം. വീട്ടിൽ സദ്യ ഒരുക്കുമ്പോൾ ഇതുവരെ കാളൻ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ ഓണത്തിന് ഈ കാളൻ ഒന്ന് തയ്യാറാക്കി നോക്കൂ.